الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أظلم ممن افترى على الله الكذب وهو يدعى إلى الإسلام والله لا يهدي القوم الظالمين. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله عليه وسلم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോട് പേര് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഇപ്പോൾ ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന പൊതുസമൂഹം. ഈ പൊതുസമൂഹം ഒരുപാട് വിഭാഗങ്ങളിലും മതവിഭാഗങ്ങളിലും അതുപോലെ മറ്റ് പല ചെയ്തികളിലും പെട്ടതാണ്. ഈ പൊതുസമൂഹം മനസ്സിലാക്കുന്ന ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ കൂട്ടത്തിലാണ് ഇസ്ലാമിനെയും അവർ എണ്ണുന്നതും മനസ്സിലാക്കുന്നത്. ഇസ്ലാം അല്ലാത്ത എല്ലാ ജീവിത വ്യവസ്ഥയും ഏതെങ്കിലും വ്യക്തികളുടെയോ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്തുവകളുടെയോ ഒക്കെ പേരുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഉണ്ടായിട്ടുള്ളതും ആവിർഭവിച്ചതും ഉണ്ടാകാൻ നിലനിൽക്കുന്നതും. എന്നാൽ ഇസ്ലാമിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോ അല്ലെങ്കിൽ ഒരു രാജ്യമോ അല്ലെങ്കിൽ പ്രദേശമോ ഒന്ന് ബന്ധപ്പെടുത്തിയിട്ടല്ല. ഇതൊരു പ്രകൃതിയുടെ യാഥാർത്ഥ്യമാണ്. ഇസ്ലാം എന്നത് ഒരാശയമോ ഒരു തത്വസംഹിതയോ പ്രസംഗിക്കാനുള്ള ഒരു സംഗതിയോ ഒരു അർത്ഥവാക്യമൊന്നല്ല. എന്താണ് ഈ പ്രകൃതി, അതാണ് യഥാർത്ഥം. എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ട പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും വസ്തുതകൾക്കും മനുഷ്യനും ഒരു നേച്ചർ, അതായത് പ്രകൃതം നിശ്ചയിച്ചിട്ടുണ്ട്. ഏതൊരു സംഗതി സൃഷ്ടിക്കുമ്പോഴും എന്തിനാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതിനെ കുറിച്ച് അറിവുള്ളവനാണ് അത് സൃഷ്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ സൃഷ്ടിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാം ആ സൃഷ്ടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സൃഷ്ടിപ്പിന്റെ താളരേക്രമങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം അനുസരിച്ച് സമ്പൂർണമായും അതിന് വിധേയമാവുക അല്ലെങ്കിൽ അനുസരിക്കുക, സമർപ്പിക്കുക എന്നതാണ് ഇവിടെ ഇസ്ലാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനുഷ്യന് മാത്രമല്ല, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുണ്ട്, അതിലെ വസ്തുതകളുണ്ട്,
ജന്തുജാലങ്ങളുണ്ട്, അതുപോലെ സസ്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഇത് ബാധകമാണ്. കാരണം അതിനെ എന്തിനാണോ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ദൗത്യം പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സംഗതികളും, അതിനുള്ള മാർഗനിർദ്ദേശവും അതിനുള്ള പ്രവർത്തിക്കാനുള്ള കഴിവും ഒക്കെ അത് നൽകിയിട്ടുണ്ട്. എന്നാണ് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. എല്ലാത്തിനും അതിന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെയാണ് എന്ന് അറിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യന്റെ ശരീരവും അങ്ങനെ തന്നെയാണ്, ജീവനും ആത്മാവും ശരീരവും അങ്ങനെയാണ്. പക്ഷെ മനുഷ്യന് പ്രവർത്തിക്കുന്ന സത്യമായ മനുഷ്യ മനസ്സ് എന്നൊരു സംഗതി, അതിനൊരു തെരഞ്ഞെടുപ്പ് അവകാശം, ഒരു സ്വാതന്ത്ര്യം, അതായത് ഫ്രീ വിൽ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് നമ്മൾ സാധാരണ ഇംഗ്ലീഷുകാർ പറയുന്ന സംഗതി, ഒരു തെരഞ്ഞെടുപ്പ് അവകാശം നൽകിയിട്ടുണ്ട്. ഈ പ്രകൃതത്തെ നിഷേധിച്ചുകൊണ്ട് നീങ്ങാണ്, അല്ല പ്രകൃതത്തിന് അനുകൂലമായി നീങ്ങാണ്. ഈ പ്രകൃതത്തെ നിഷേധിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അത് നിഷേധമാവും, അതായത് കുഫറാവും. അനുകൂലിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അനുസരണയാവും, അതായത് ഇസ്ലാമാവും. അങ്ങനെയുള്ളത് മുസ്ലിമാവും. വളരെ ലളിതമാണ്. കുറച്ച് ആഴത്തിൽ വിവരങ്ങൾ പറഞ്ഞ് ഈ ലളിതമായ സംഗതിയെ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചിരുന്നത് ഖുർആന്റെ പല ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന, ഈ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് സമർപ്പിക്കുന്ന ഒരു ജീവിത രീതി അല്ലാത്ത മറ്റെന്താണ്? അള്ളാഹുവിന്, അതായത് സൃഷ്ടാവിന് സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിത രീതി അല്ലാത്ത, പദ്ധതി അല്ലാത്ത മറ്റെന്താണ് അവരാഗ്രഹിക്കുന്നത്? അവർക്ക് കാണാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ദൃഷ്ടാന്തം പറയാം. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വഖർഹൻ വഇലൈഹി യുർജഊൻ. നോക്ക്, ഈ പ്രപഞ്ച ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ നിർബന്ധിതമായോ സ്വമേധയോ അവന് സമ്പൂർണമായി അസ്ലമ കീഴ്പ്പെട്ടിരിക്കുന്നു, അവന് സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഇലൈഹി യുർജഊൻ, എല്ലാം അവനിൽ തന്നെയാണ് വന്ന് പിന്നെ അവനിലേക്ക് മടങ്ങുകയും ചെയ്യും. ഈ മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് അവന് കീഴ്പ്പെടാത്തൊരു വഴി സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും എന്നും കൃത്യമായി പറഞ്ഞു. സമർപ്പിക്കുക, സൃഷ്ടാവിനെ സമർപ്പിക്കുക, അനുസരിക്കുക, കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ലാത്ത ഒരു ജീവിത രീതി ആരെങ്കിലും ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അവനിൽ നിന്ന് നാം അത് സ്വീകരിക്കുന്നതല്ല. അവൻ പരലോകത്ത്, അതായത് അനന്തമായ ജീവിതത്തിൽ സമ്പൂർണമായ നഷ്ടപ്പെട്ടവനായി തീരുന്നു. അപ്പൊ ജീവിതത്തിന്റെ അനന്തമായ ജീവിതമാണ് അതിന്റെ ആദ്യ പാദമാണ് ഇവിടെയുള്ളത്. ഇവിടെ നമുക്ക് സൃഷ്ടാവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു താല്പര്യവും ആഗ്രഹവും ഒക്കെ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിനെ നിഷേധിച്ച് ജീവിക്കാനുള്ള ഒരു ചാൻസ് നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ദുന്യാവ് മാത്രം ലക്ഷ്യം വെച്ചാൽ അവന് പലപ്പോഴും രണ്ടും പോകും. എന്തായാലും രണ്ടും പോകും ഒടുവിൽ. അതായത് ദുന്യാവിൽ എന്തെല്ലാം സമ്പാദിച്ചാലും അത് നഷ്ടപ്പെടും, പിടിച്ചു നിർത്താൻ പറ്റില്ല. ആരോഗ്യത്തെയും പണത്തെയും സൗന്ദര്യത്തെയും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല, നമുക്കറിയാവുന്നതാണ്. അതുപോലെ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് എല്ലാം നഷ്ടപ്പെടും. അവിടെയാണെങ്കിൽ ഒന്നും കിട്ടില്ല. ഹസ്റ ദുന്യാവല്ല, ദുന്യാവിലുണ്ടാവില്ല, ആഖിറത്തിലുണ്ടാവില്ല. ജീവിതം എന്നത് ഒരു നഷ്ടമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പൊ ആ ജീവിതം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി ഉണ്ടല്ലോ, ആ പ്രകൃതി ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ മനസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദി വഹുവൽ അസീസുൽ ഹകീം. നിങ്ങൾ നോക്ക്, ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള സകലതും അള്ളാഹുവിന്റെ അവദാനങ്ങളെ വാഴ്ചപ്പാടിക്കൊണ്ട് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് കാണാൻ കഴിയും. ഓരോന്നിനും ഒരു നേച്ചറുണ്ട്. വെള്ളം വെച്ചാൽ താഴോട്ട് പോകുക, തീ കത്തിച്ചാൽ മുകളിലോട്ട് പോകാം, ചെടി വളർന്നാൽ മുകളിലോട്ട് പോകാം. അങ്ങനെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു രീതി, ഒരു പ്രകൃതം നിശ്ചയിച്ചിട്ടുണ്ട്. والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم. എല്ലാത്തിനും പറയാം, സൂര്യൻ, ചന്ദ്രൻ, അതിനൊക്കെ നിശ്ചയിച്ചതായ ചില ഘട്ടങ്ങളുണ്ട്. അതിലൂടെ അത് കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഓർബിറ്റിൽ, അതിന്റെ ആ ചംക്രമണത്തിൽ, അതിന്റെ വഴിയിൽ
അതിന്റെ സഞ്ചാരവീതിയിൽ, സഞ്ചാരപഥത്തിൽ എന്ന് പറഞ്ഞാൽ നീന്തിക്കൊണ്ടിരിക്കുന്നു, പറഞ്ഞാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ 7 ആകാശങ്ങളും അള്ളാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയും ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യ ശരീരത്തിലുള്ള ഓരോ സെല്ലുകളും അതിന്റെ സൃഷ്ടാവിനെ ഓർക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു എന്ന് ഒടുവിൽ നമുക്ക് എല്ലാത്തിനും വൈബ്രേഷൻ. അതായത് അങ്ങനെ ഒരൊറ്റ വസ്തുവും ഇല്ല. ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ വസ്തുവില്ല, മനുഷ്യനാവട്ടെ അതുപോലെയുള്ള ഏത് വസ്തുക്കളാകട്ടെ, അള്ളാഹുവിനെ പുകഴ്ത്താത്തതായി യാതൊന്നും തന്നെ ഇല്ല, മനുഷ്യ മനസ്സ് ഒഴികെ. അവിടെയാണ് സ്വാതന്ത്ര്യം. ഒരു കണ്ണ് എന്നുള്ളത് ഒരു കാഫറിനും കണ്ണുണ്ടാവും, മുസ്ലിമിനും കണ്ണുണ്ടാവും, അതുപോലെ മുസ്ലിമിനും കണ്ണുണ്ടാവും, മുത്തഖിനും കണ്ണുണ്ടാവും. കണ്ണുകൊണ്ട് കാണുക എന്നത് അത് സമ്പൂർണമായി അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയമായി. എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നിടത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. മോശമായത് കണ്ടാൽ ആ കണ്ണിനെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നീതിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ സംഗതികൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ തല കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, കാലുകൊണ്ടാണ് നമ്മൾ നടക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ കാലുകൊണ്ടേ നടക്കുള്ളൂ. ആരെങ്കിലും തല കുത്തി നടന്നാൽ നമ്മൾ ഉടനെ അവനെ വേറെ എവിടെയും കാണിക്കും. അപ്പോ എല്ലാം പ്രകൃതിയിലുള്ള എല്ലാ സംഗതികളും മനുഷ്യ ശരീരം ഉൾപ്പെടെ ജീവനും അങ്ങനെ. ജീവൻ നമ്മൾ പിടിക്കേണ്ടതൊന്നും നിൽക്കില്ല, ജീവൻ ഇങ്ങനെ വരുന്നു പോകും. റോഹം അങ്ങനെയാണ്, ഒന്നും ഒരു കൺട്രോളും ഇല്ല. നഫ്സിന് തന്നെ വലിയ കൺട്രോളൊന്നുമില്ല, കുറഞ്ഞൊരു കൺട്രോള് നഫ്സിന് തന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സകലം, ഈ ആകാശങ്ങൾ, ഭൂമി, പുഴ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, മത്സ്യങ്ങള്, സസ്യജാതികൾ ഇതെല്ലാം ജീവിക്കുന്നുണ്ട് നമ്മളെ പോലെ തന്നെ. നിങ്ങൾ ആകാശത്തിന്റെ പറവകളെ നോക്കിയില്ലേ, അതിങ്ങനെ പറന്നു പോകുന്നത്, അവരെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആരാണ്? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളതാണ്. വളരെ മനുഷ്യ മനസ്സിനെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് പ്രകൃതി യാഥാർത്ഥ്യം കാണിച്ചു തരണം. ഈ പ്രകൃതി യാഥാർത്ഥ്യം മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ട് മനുഷ്യനെ ആദ്യം മുതലേ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ പോലെ നീയും സമർപ്പിക്കുക. ആ സമർപ്പണത്തിന്റെ വളരെ വലിയൊരു പ്രഖ്യാപനം, സമർപ്പിക്കുക എന്ന ഒരു ഓർഡർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത് എടുത്ത് പറയുന്നുണ്ട്. വഇദ ഖാല ലഹു റബ്ബു അസ്ലിം, നീ മുസ്ലിമാവുക, അസ്ലിം, നീ സമർപ്പിക്കുക. ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഒറ്റടി. കാരണം ഇബ്രാഹിമിന്റെ മനസ്സ് എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള വിനയാനിതമായൊരു മനസ്സാണ്. അവ്വാബുൻ ഹലീമാണ്, അല്ലാഹുവിന്റെ ഖലീലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസ്ലിം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് പൂർണ്ണമായി സമ്പൂർണമായി ഉൾക്കൊള്ളാനുള്ള ഒരു അസ്ലിം എന്ന് പറഞ്ഞാൽ ശരിക്കും സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മറ്റൊരർത്ഥം ശാന്തനാവുക, അതായത് സമാധാനമടയുക. അതായത് ഒരാൾ സത്യവിശ്വാസത്തിൽ യഥാർത്ഥത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. സത്യവിശ്വാസത്തിൽ സ്വർഗത്തെ കുറിച്ച് നല്ല ഉറപ്പുണ്ടാവും. അതായത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഒരു വിശ്വാസി, യഥാർത്ഥ വിശ്വാസി, അവന്റെ ഒരു മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അവന്റെ വിചാരങ്ങളൊക്കെ സ്വർഗവുമായി ബന്ധിപ്പിച്ചത്. അവന് ജീവിതത്തിൽ ഒരു പ്രയാസം നേരിടുമ്പോ അവനോട് മാലാഖ പറഞ്ഞോളൂ, സാറില്ല, കുറച്ച് നേരത്തെ ഉള്ളൂ, ഒരു ചെറിയ ഒരു പനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അസുഖത്തിന് വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, കുട്ടിയോട് നമ്മൾ പറയുക, സാരല്ല മോളെ, ഇത് കുത്തിവെച്ചാൽ അസുഖം ഭേദമായിക്കൊള്ളും എന്ന് പറയുന്നത് പോലെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം വരുമ്പോൾ മാലാഖമാരെ അവനോട് വിശ്വാസത്തോടെ പറഞ്ഞോളൂ, സാരല്ല, കുറഞ്ഞ സമയമുള്ളൂ, വളരെ കുറഞ്ഞ സമയം. ഈ കുറഞ്ഞ സൂചി വെക്കുന്ന രോഗത്തിന് സൂചി വെക്കുന്ന ഒരു ചെറിയൊരു സമയം, ഈ സമയം കഴിഞ്ഞാൽ നീ അബ്ശിറൂബിൽ ജന്നത്തിലെത്തി കൊണ്ടുപോയത്. എത്ര ഉന്നതമായ നിലവാരത്തിലാണ് അവന്റെ മനോനിലയെ സംരക്ഷിച്ചുകൊണ്ടുപോകുന്നത് എന്ന് നമുക്ക് അവിടെ എത്താത്തതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. എത്തുന്നവനത് മനസ്സിലാവും, എത്താത്തവനത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾ സത്യവിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗം ഗ്യാരണ്ടീഡാണ്. അതായത് അവൻ അള്ളയുമായിട്ടാണ് ഒട്ടി നിൽക്കുന്നത് എന്നുള്ള. അപ്പൊ അവനോട് മാലാഖമാരിങ്ങനെ പറയാൻ നാം നിയോഗിക്കുമെന്ന്, അള്ളയാണ് എന്റെ രക്ഷിതാവെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കുന്നവനെ അവന്റെ എല്ലാ കാര്യത്തിലും ആശ്വാസമായി മാലാഖമാരെ പറഞ്ഞേക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നോക്കൂ,
അനന്തമായ ജീവിതത്തിന്റെ ഒരു NOC ആണ് അവിടെ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത്. ഇത് നിങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരാ, നിങ്ങൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കുടുംബത്തിനും നാട്ടിലും. ഇനി ഇത് കിട്ടാത്ത കുറെ മനുഷ്യന്മാരുണ്ട്, സാധാരണമായ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, പൊതുജനം. അവർക്കത് അറിയില്ല. അറിയാത്തത് കൊണ്ട് അതായത് അല്ലയോ പ്രവാചകരെ, നിനക്ക് നാം അവതരിപ്പിച്ചുള്ള ഈ അതിബൃഹത്തായ സാന്ത്വനത്തിന്റെ ഒരു മന്ത്രമുണ്ടല്ലോ, ജീവിത വിജയത്തിന്റെ ആഹ്ലാദകരമായ ജീവിതം സമ്മാനിക്കുന്ന അതിബൃഹത്തായ ഈ ആശയം നീ നിന്റെ ആളുകൾക്ക് ഫിലോമീനര്, നിന്റെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് മാത്രമല്ല ഇത്, പ്രവാചകന് ശേഷം ഇത് ഏറ്റെടുക്കാൻ അനുയായികളെ അല്ലാഹു തീരുമാനം. എന്റെ അടിമകളിൽ നിന്ന് ഒരു വിഭാഗം ആൾ തയ്യാറായി വന്ന ഒരു വിഭാഗം ആളുകളെ ഇതിനു വേണ്ടി നാം സജ്ജരാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ ആരെങ്കിലും ദീനിനെ സംബന്ധിച്ച് പറയുമ്പോ അതിന് ഊരിച്ചാടി കളയുന്നവനേക്കാൾ മഹാക്രമി ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒമൻ അളലമ മിമ്മൻ ഇഫ്തറ അലല്ലാഹിൽ കദിബ വഹുവ യുദആ ഇലൽ ഇസ്ലാം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ആരെങ്കിലും ഈ സമർപ്പിച്ചുകൊണ്ട് ജീവിതം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ രക്ഷപ്പെടുത്തുക എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ അതിനെ ഞാൻ ന്യായം പറഞ്ഞിട്ട് അത് കുഴപ്പമാണ്, അത് തീവ്രവാദമാണ്, അത് കൊള്ളരുതാത്തതാണ്, അനുഷ്ഠിക്കാൻ പറ്റാത്തതാണ്, ഈ ഭൂമിയിലെ കുഴപ്പത്തിന് കാരണമാണ് എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവനേക്കാൾ മഹാ അക്രമി ആരാണ്? ഏറ്റവും വലിയ അക്രമി ആരാണ്? അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, ഇസ്ലാമിക പ്രവർത്തനത്തിന് തുരങ്കം വെക്കുന്ന ആളുകൾ, അത്തരം ചിന്താഗതിയുള്ള മനുഷ്യന്മാർ, സമൂഹങ്ങൾ എത്രമാത്രം അക്രമികളാണ് എന്ന് ഈ സന്ദേശത്തിന്റെ ദാതാവായ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. സമകാലിക ലോകത്തിലെ ഇസ്ലാമിക പ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി ഒരുപാട് കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഭരണകൂടങ്ങളെയും മീഡിയയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഡെയിലി പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിപ്പിക്കുന്നത്, അഭയാർത്ഥികളായി നടക്കുന്ന ആളുകൾ, അതോ പല സ്ഥലങ്ങളിലും അവരുടെ ജന്മദേശങ്ങളിൽ നിന്ന് ആട്ടിപ്പായിപ്പിക്കുന്നവർ, ലോകത്ത് ഇസ്ലാം പറഞ്ഞതിന്റെ പേരിൽ ശാന്തമായി വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥാവിശേഷം ഉണ്ടായ ഒരുപാട് മനുഷ്യന്മാർ ലോകത്തുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മനസ്സിലാവാത്തത് കൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ മനസ്സിലായാലും അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവരോട് പറഞ്ഞു കൊടുക്കാൻ പറയാ, നിങ്ങളെ ഈ സത്യവിശ്വാസത്തിന്റെ പേരിൽ മർദ്ദിക്കുന്ന, പീഡിപ്പിക്കുന്ന, കൊച്ചാക്കുന്ന, താഴ്ത്തിക്കളയുന്ന, മോശക്കാരായി ചിത്രീകരിക്കുന്ന, റേഷൻ വിലങ്ങുന്ന, നിങ്ങൾക്ക് പാസ്പോർട്ട് വിലങ്ങുന്ന, അതുപോലെ ഐഡന്റിറ്റി കാർഡ് വോട്ടർ ലിസ്റ്റിൽ പേരെടുത്ത് കളയുന്ന അക്രമികളുണ്ടല്ലോ, ആ അക്രമികളെ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ അക്രമികൾ നേരത്തെ ഉണ്ടായിരുന്നു. സത്യവിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ ദുനുവാസം എന്ന് പറഞ്ഞ യമനിലെ ഒരു ചക്രവർത്തി ഒരു വലിയ കിടങ്ങ് കീറിയിട്ട് വിറകൊക്കെ ഇട്ട് കത്തിച്ച് ഒരാളെ പിടിച്ചിട്ട് കൊന്ന്, എന്നിട്ട് അവരിങ്ങനെ ജീവൻ കൊണ്ട് പെടഞ്ഞു മരിക്കുമ്പോ പുറത്ത് ഇങ്ങനെ മംഗളം കൊട്ടി ആഘോഷിച്ചു എന്നത് അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നത്തെ കാലം കഠിനമായ ഭീകരമായിരുന്നു. والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد. ഒരു വലിയ ചരിത്രം അല്ലാഹു തആല പറയാം. കിടങ്ങിന്റെ ആൾക്കാർ, വിറകിട്ടരിച്ച തീക്കുണ്ടത്തിന്റെ ആൾക്കാരെ നശിച്ചുകൊട്ടെ. ആരെ പറഞ്ഞത്? ഉണ്ടാക്കി സംരക്ഷിച്ച് വളർത്തുന്ന ഈ രാജരക്ഷിതാവായ തമ്പുരാൻ പറയാം, അവന് നശിച്ചു കൊള്ളും. കാരണം അവര് സത്യവിശ്വാസികളെ പിടിച്ച് തീയിലിട്ട് നശിപ്പിക്കുകയും എന്നിട്ട് അവര് പെടഞ്ഞു മരിക്കുന്നത് കണ്ടിട്ട് ആസ്വദിക്കുകയും ചെയ്ത് അവരെന്താ ചെയ്തത് എന്നതിന് അള്ളാഹു ഷാഹിദനാണ്. അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്. അവർക്കൊരു അപരാധമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഭാഷയിൽ അവർക്ക് ഒരു അപരാധം ഉണ്ടായിരുന്നുള്ളൂ. അവർ ചെയ്ത ഏക അപരാധം സുദീർഘനം പ്രതാപശാലിയുമായ അള്ളാഹു വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് അവർ ആ തീ കുണ്ടത്തിൽ എറിഞ്ഞു കളയാൻ, എറിഞ്ഞു നശിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തിനു വേണ്ടി? തൽക്കാലം ഇവിടെ കുറച്ചധികാരം
സുഖസൗകര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്ത് അതിനുവേണ്ടി ധർമ്മം പറഞ്ഞ, ന്യായം പറഞ്ഞ, സദാചാരം പറഞ്ഞ, നീതി പറഞ്ഞ, സത്യം പറഞ്ഞ ആളുകളെ നശിപ്പിക്കാൻ ഭാഗ്യം കാണിച്ച മുൻഗാമികൾ കടന്നുപോയിട്ടുണ്ട്. അത്രയും വരുന്നില്ല ഇപ്പോഴത്തെ ആൾക്കാരെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഇതെന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവരുടെ ഭൗതികമായ താല്പര്യമാണ്. അതുവഴി അവർ ഈ ദീനുൽ ഇസ്ലാമിനെ അങ്ങ് ഊതിക്കെടുത്തി കളയാമെന്നാണ് വിചാരിക്കുന്നത്. എന്നല്ലാതെ കളിയാക്കുക. ഇവിടെ സൂര്യന്റെ ഈ ട്യൂബിനെ പോലെ നമുക്ക് ഊതിക്കെടുത്താൻ പറ്റില്ല. മണ്ണെണ്ണ വിളക്കാണെങ്കിൽ ഊതിക്കെടുത്താം. അത് പെട്രോമാക്സ് ആയാലും ഊതിക്കെടുത്താൻ പറ്റില്ല, ബൾബാണെങ്കിൽ ഊതിക്കെടുത്താൻ പറ്റില്ല, ട്യൂബാണെങ്കിൽ ഊതി. പിന്നെ സൂര്യ തേജസ്സിനെ ആർക്കെങ്കിലും ഊതിക്കെടുത്താൻ പറ്റുമോ? ഈ സൂര്യ തേജസ്സിനെ ഉണ്ടാക്കിയ മഹാത്തമ്പുരാന്റെ തേജസ്സാണ് അല്ലാഹുവിന്റെ നൂർ, ദീനുൽ ഇസ്ലാം. അതിന് അത് പറയാ, അവരാഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ഈ പ്രകാശത്തെ വായ് കൊണ്ട് ഊതിക്കെടുത്താനാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പ്രകാശം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, നിഷേധികൾ വെറുത്താലും ശരി. ഏതെങ്കിലും നിഷേധികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയും ദീനുൽ ഇസ്ലാമിന്റെ തളർച്ചയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്നത്. അത് അതിനെ വഹിക്കുന്ന ആൾക്കാരുടെ മനോവികാരവും തഖ്വയും നോക്കിയിട്ടാ. ഏതെങ്കിലും ആൾക്കാരുടെ എന്തെങ്കിലും ഇഷ്ടാനിഷ്ടം നോക്കിയല്ല, അത് പൂർത്തീകരിക്കാൻ തന്നെ ചെയ്യും. എന്തിനു വേണ്ടിയാണ് ഇത് പൂർത്തീകരിക്കുന്നതെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അവന്റെ പ്ലാനിൽപ്പെട്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും നിശ്ചയിക്കപ്പെട്ടതാണ്. അവൻ ആദ്യമേ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അവനാണ് ഈ പ്രവാചകനെ വിട്ടത്. ഈ യഥാർത്ഥ ദീനും സത്യവേദവുമായി പ്രവാചകനെ ഇങ്ങോട്ട് പറഞ്ഞ അവനാണ്. എല്ലാ മറ്റ് ജീവിത വ്യവസ്ഥകളെയും അതിജയിക്കാൻ തന്നെയാണ്. അതവൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് യാതൊരു തരത്തിലും സത്യവിശ്വാസികൾ, ഏത് കാലഘട്ടത്തിലെ എവിടെയുള്ള സത്യവിശ്വാസികളും യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടാവണമെങ്കിൽ അവർ സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ ഓർത്ത് സമ്മർദ്ദങ്ങളിൽപ്പെട്ട് വേവലാതി ബേജാറാവേണ്ടതില്ല. സമകാലിക ലോകത്തെ, മുസ്ലിം ലോകത്തെ സംഭവവികാസങ്ങൾ ചിന്തിച്ചിട്ട് ഒരുപാട് മുസ്ലിങ്ങൾ ബേജാറാവണമെന്ന് കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ബേജാറ് വേണ്ടെന്നാണ് അല്ലാഹ് പറയുന്നത്. കാരണം ലോകം മുഴുവൻ ഇസ്ലാമിൽ നടത്തിട്ട് പോയാൽ എന്താ സംഭവിക്കുക? ഇസ്ലാം എന്ന് പറഞ്ഞ ഭൂമിയിലെ കാര്യം മാത്രമല്ലേ. സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, നക്ഷത്രം മുസ്ലിമാണ്, ഈ എല്ലാം ഇസ്ലാമാണ്. അല്ലാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ ഭൂമിയിൽ ഒരു ചെറിയ കീടമായ മനുഷ്യന്മാർ മുഴുവൻ ഒരു പ്രഭയം പാസാക്കി ഇസ്ലാമിൽ രാജിച്ചു പോയ ഈ മഹാത്മം പ്രപഞ്ചത്തിന്റെ നാടിന് എന്താ സംഭവിക്കുക? യാതൊന്നും സംഭവിക്കും ഒന്നുണ്ടാവില്ല. ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഇസ്ലാമിന് അങ്ങനെ ആയിക്കളി, ഇസ്ലാമിന് ഇങ്ങനെ ആയിക്കളി എന്ന് പ്രസ്താവന നടത്തി പ്രസംഗം നടത്തിയൊക്കെ ചെയ്യുമ്പോൾ പാവപ്പെട്ട ഈ സത്യവിശ്വാസത്തിന് ലേബിൾ കിടക്കണം. ഊനി കൂടാനും അറിയില്ല, ഹദീസും അറിയില്ല, ഇസ്ലാമും അറിയില്ല. അവിടെ കിടന്നു പറഞ്ഞാൽ അവിടെ വെക്കും, ഇവിടെ കിടന്നു ഇവിടെ വെക്കും. കാരണം ഇങ്ങനെ ആകപ്പാടെ ഭീരുത്വത്തിലാണ്. ഒരുതരം പേടി അടുത്ത കാലത്തായിട്ട് സത്യവിശ്വാസികളുടെ പണ്ഡിതന്മാരെ പോലും ബാധിച്ചിട്ടുണ്ടെന്നാണ് പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ മനസ്സിലാവുന്നത്. അതായത് അള്ളാഹുവിന്റെ ഈ ദീനെ പഠിച്ചിട്ട് അതിന്റെ ആർജവത്തോടെ നിലനിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ നമുക്ക് വേറെ താല്പര്യങ്ങളാണ്. നമുക്ക് വേറെ ഒരുപാട് ദീനിനകത്ത് വേറെ ഒരുപാട് പണിയുണ്ടല്ലോ. നമുക്ക് അതിനെ കഷ്ടം വെട്ടി പിന്നെ അതാക്കി ഇതാക്കി വട്ടാക്കി മറച്ചാക്കി വേറെ ഒരുപാട് പണികൾ കുറെ കാലമായിട്ട് നടന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ട് ഇങ്ങനെ മനസ്സെടുക്കാൻ പോകുമ്പോൾ ഇബ്ലീസ് പിടിച്ച് കൊണ്ടുപോയി പ്രകടനം ആ പണിയൊക്കെ ചെയ്തുകൊണ്ട് കുറെ കാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഈ സമുദായത്തിൽ യഥാർത്ഥ സത്യവിശ്വാസത്തിന്റെ സൽഫലങ്ങൾ പ്രത്യക്ഷപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ ദീനുൽ ഇസ്ലാമിന് ഒന്നും പറ്റില്ല. പറ്റണം നമുക്ക്. ദീനുൽ ഇസ്ലാം അല്ലാഹുവിന്റെതാണ്. അതിന്റെ ഓണർ അല്ലാഹുവാണ്. അവനാണ് ഇത് ഉണ്ടാക്കിയത്, അവനാണ് ഇത് നിലനിർത്തുന്നത്. ആര് വെറുത്താലും ആരിഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പൂർത്തീകരിക്കുക തന്നെ. അതിനെ കുറിച്ച് സംസാരിക്കാൻ ഈ ഭൂമിയിൽ അല്ലാഹു നിശ്ചയിച്ചത് വരെ ആളുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് നമ്മളോട് സത്യവിശ്വാസികളോട് പറഞ്ഞിട്ടാണ്, നിങ്ങളെ ഒരുപാട് മനുഷ്യന്മാരെ കാണാൻ കഴിയും. വലിയ പഴപ്പമക്കാരായ ഈ ഭൂമിയിൽ നിങ്ങളോട് സത്യവിശ്വാസികളോട് ഏറ്റവും കടുത്ത പകവച്ച് പെരുമാറുന്നത്, ഏറ്റവും കടുത്ത ശത്രുതയുള്ളവരാണെന്ന് വെച്ചാൽ അൽ യഹൂദ്, ഒന്നാമത് ജൂതന്മാരായിരിക്കും. അതല്ല പറയണ, ഞാൻ പറയണതല്ല. നിശ്ചയമായും നീ കാണുന്നതാണ്. അതായത് അശദ്ദന്നാസ് അദാവത്തൻ,
ഏറ്റവും ഭയങ്കര കടുത്ത ശത്രുത വെച്ച് പുലർത്തുന്ന ജൂതന്മാരാണ്. ഇല്ലദീന ആമനു വിശ്വാസികളോട്, അൽ യഹൂദ വല്ലദീന അശ്റകൂ പിന്നെ ബഹുദൈവ വിശ്വാസികൾ. ക്ലിയറായി ആധുനിക ലോകത്തിന്റെ ചിത്രം പൂർത്തിയായി. ബഹുദൈവ വിശ്വാസികളും അതുപോലെ ജൂതന്മാരുമാണ് ഈ സത്യവിശ്വാസികളോട് ഏറ്റവും കഠിനമായ ശത്രുത വെച്ച് പുലർത്തുന്നതും ശത്രുതാ മനോഭാവത്തോടെ അവരെ നിഷ്കാസനം ചെയ്യാനുമെന്ന ഉദ്ദേശത്തോടെ പെരുമാറുകയും പ്രവർത്തിക്കും. നിങ്ങളതിനെ കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. ഒരു ചെറിയ ശല്യം ചെയ്യാനേ സാധിക്കുള്ളൂ എന്നതാണ്. ചെറിയ ശല്യം, കൊള്ളുകടിക്കുന്നവർക്ക് ശല്യം ചെയ്യാനേ സാധിക്കുള്ളൂ. നിങ്ങളിറങ്ങി നിന്നോളൂ, മരിച്ചാൽ നിങ്ങൾക്ക് നാം സ്വർഗം തരാം, ജീവിച്ചിരുന്നാൽ ഇസ്ലാം ലോകത്ത് കാണും. വളരെ ക്ലിയറായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ഇങ്ങനെ ആളെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവാതെ അങ്ങനെപ്പെട്ട അള്ളാഹിന്റെ മാർഗത്തിലൊക്കെ പറയാനിറങ്ങി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ അനന്തൂങ്ങുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട്. അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. കാരണം അടുത്ത ആയത്ത് വരുമ്പോ അതങ്ങനെ മനസ്സിലാവാം. മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി പ്രയോഗത്തിൽ വരുത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ കനം ചെയ്ത് വല്ലാത്ത പ്രയോഗമാണ്. ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്ക്, ആസ്വാദനങ്ങൾക്ക്, നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ഭൂമിയിൽ കനഞ്ചാൻ കിടക്കണം. നിങ്ങൾ ഈ ഭൗതികതയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ആഹൃത്തെ വിറ്റ് ഭൗതികമാകുമ്പോഴാണ്. മനസ്സിലാക്കിക്കോളൂ, ഇത് വളരെ കുറഞ്ഞതാണ്. ആഹ്റവുമായി തട്ടിച്ചു പോകുമ്പോഴേ വളരെ കുറഞ്ഞതാണ്. അതുകൊണ്ട് ദീനുത്വം സത്യവിശ്വാസത്തിൽ പറഞ്ഞതല്ല. ഏത് ദുർഘട സാഹചര്യത്തിലും തന്റെ ആദർശത്തിന്റെ മഹത്വം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ എന്ത് വന്നാലും. അങ്ങനെ പറയുമ്പോ ഈ ജൂതപ്പടയിൽ നിന്നും അതുപോലെ ബഹുദൈവ വിശ്വാസം സ്വീകരിച്ച ആളുകൾ നിങ്ങൾ കുറച്ചൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരും. സാരമില്ല, നിങ്ങൾ ഉറച്ചു നിന്നോളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പുറപ്പെടാൻ പറ്റില്ലല്ലേ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ? ഇല്ലാ തൻഫിറൂ യുഅദിബുകും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും. നിങ്ങൾ പുറപ്പെട്ടില്ലെങ്കിലേ യുഅദിബുകും അദാബൻ അലീമ, അത് മറ്റൊരു കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. നിങ്ങളെ നന്നായിട്ടും ശിക്ഷിക്കും. യുഅദിബുകും അദാബൻ അലീമ. ഒരു ഭാഷ അറിയാത്തത് എവിടെയും കൃഷ്ണകൾ നോക്കി പഠിച്ചാൽ മനസ്സിലാവും. നമ്മളോട് പറയാ, നിങ്ങളെ നാം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് പടച്ചുണ്ടാക്കി നിയോഗിച്ചിട്ട് സംവിധാനം സൗകര്യം ചെയ്യുന്നുണ്ട്. എനിക്കോ നിങ്ങൾ പുറപ്പെട്ടുള്ള പുറപ്പെടാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ദുന്യാവിൽ അങ്ങനെ കനന്തും കിടക്കണം. വൈലാത്തം ഫിറൂ, നിങ്ങൾ അങ്ങനെ പോകുന്നില്ലെങ്കിൽ യുഅദിബുകും അദാബൻ അലീമ, നിങ്ങളെ നാം കഠിനമായി ശിക്ഷിക്കും, വേദനാജനകമായി ശിക്ഷിക്കും. പോരാത്തതിന് യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, ഈ ദീൻ കൊണ്ടുവരാൻ ഇവിടെ നിലനിർത്താൻ നിങ്ങളല്ലാത്ത സമൂഹത്തെ അവിടെ കൊണ്ടുവരികയും ചെയ്യും. നിലവിൽ സത്യവിശ്വാസത്തിന് ലേബലിൽ നടന്നിട്ട് അത് പ്രവർത്തിക്കാൻ കഴിയാത്തവരെയൊക്കെ നിഷ്കാസനം ചെയ്തിട്ട് ഈ ആർജവമുള്ള വിശ്വാസികൾ ഇവിടെ കൊണ്ടുവന്ന് ദീൻ നിലത്ത് അവന്റെ ആ ദീൻ പൂർത്തിയാക്കാൻ അവൻ ആളെ കൊണ്ടുവരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറയാണ്. ഇത് ഭയങ്കരമായ ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി എല്ലാ കാലത്തും സത്യവിശ്വാസികൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിക്കുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളേവരെയും ആക്കി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് Alhamdulillah hamdan katsiran thayyiban mubarakan yanbaghi li jalali wajhihi wa 'azimi sultanihi. Subhanaka la ilaha illa anta kama athnaytana lakal hamdu hatta yarda. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim fil alamin innaka Hamidum Majid. Ayyuhal akhwatul ahibba, usikum wa iyaya thaniyan bi taqwallah. പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദൗത്യം ഏൽപ്പിച്ചു. അതിന്റെ വാഹകരാണ്. പക്ഷെ നമുക്കൊരു ബോധമില്ല. പഠിച്ചു പറയുന്ന കാര്യങ്ങൾ വായിച്ചു നോക്കാനും കൂടി നമുക്ക് നേരെയില്ല. എത്ര പേരുണ്ട് യഥാർത്ഥത്തിൽ അതേ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. അർത്ഥം അറിയാതെ പുണ്യത്തിന് പാരായണം ചെയ്ത കൂലിയിട്ട് സംശയമൊന്നുമില്ല. പക്ഷെ അർത്ഥം അറിയുമ്പോഴാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് നാണക്കെടുണ്ടാവില്ലേ? ശരിക്കും മനുഷ്യനാണ് എങ്ങനെയാണ് ഇന്ന കാര്യത്തിനല്ലേ പറഞ്ഞേച്ച് നീ എന്തായി കാട്ടിക്കൊണ്ടിരുന്നത്? ഉമ്മ ചോദിച്ചാൽ, വാപ്പ ചോദിച്ചാൽ, സുഹൃത്ത് ചോദിച്ചാൽ നമുക്ക് നാണക്കെടുണ്ടാവില്ല. അപ്പൊ ഈ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുത്താല എങ്ങനെ ചോദിച്ചാൽ നമുക്ക് നാണക്കെടുണ്ടാവണ്ടേ? വിവരം കയറിയില്ലേ? നാണക്കേടൊക്കെ മനസ്സിലായില്ലേ? ഇത് ഉണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും അതായത് സമകാലിക മുസ്ലിം ലോകത്ത് അവിടെ അടിക്കണം, ഇവിടെ അടിക്കണം, മറ്റൊന്ന് അടിക്കണം, അവിടെ നിന്ന് ചാടിക്കണം, ഇവിടെ നിന്ന് പുറത്താക്കണം, മറ്റൊന്നാക്കണം, പരാതികളോട് പരാതി. എന്നിട്ട് അതിന്റെ പേരിൽ ഭയങ്കരമായ പ്രശ്നവും നിരാശയും പ്രസംഗവും എഴുത്തും അങ്ങനെ ഇങ്ങനെ പ്ലാന് പദ്ധതി പരിപാടി ഇതിലൊന്നും തിരിഞ്ഞു നോക്കണില്ല. വേറെ ഏതെല്ലോ വഴികളിലൂടെ സമുദായത്തെ രക്ഷിച്ചു കളയാമെന്നുള്ള നിലക്കാണ് കാര്യങ്ങളുടെ പോക്ക്. നടക്കില്ലാന്ന് ഒരുപാട് നൂറ്റാണ്ടുകളുണ്ടാവും മനസ്സിലായിട്ടും പിന്നും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം എന്താ ചെയ്തത്? എവിടെയെങ്കിലും തരത്തിൽ യോജിക്കാൻ പറഞ്ഞാൽ അവിടെയും മേലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പണികളാണ് സത്യവിശ്വാസികൾ യഥാർത്ഥം നാണിക്കേണ്ടതാണ്. ആരെയും കുറ്റം പറയാനില്ല. നമ്മൾ ഓരോരുത്തരും യഥാർത്ഥം നമ്മുടെ ജീവിതവും അള്ളയും തമ്മിലുള്ള ബന്ധം, ഈ ഖുർആൻ തമ്മിലുള്ള ബന്ധം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞ് നാശം തന്നിട്ടു. എന്നിട്ട് പറഞ്ഞ് നീ നിന്റെ കാര്യം ചെയ്യില്ല, അത് കേട്ട് സമ്മതിക്കണില്ല. പിന്നെന്താ? അവിടെ അക്കാര്യത്തിൽ സത്യവിശ്വാസമില്ല. യഥാർത്ഥത്തിൽ നമുക്ക് തന്നതൊക്കെ അള്ളാഹുവിന്റെ ഓണറാണെന്ന് ഉറച്ച് ദൃഢബോധ്യമുള്ള എത്ര ആളുകളാണ് നമ്മുടെ കൊടുക്കുന്നത്? ഞാൻ ഉൾപ്പെടെ എത്ര ആളുകളാണ് അല്ല പറഞ്ഞത് ഞാൻ തന്നതാണ് അതിൽ തെളിവ്. അപ്പൊ വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴേ നിങ്ങൾ പിന്തിരിഞ്ഞു കളയാണെങ്കിൽ നിങ്ങളെ നാം മാറ്റും, നിഷ്കാസനം ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. വെറുതെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നാട്ടിൽ വലിയ പണക്കാരും കൊമ്പന്മാരും മുതലാളിമാരും കാരണവരുമായിട്ടൊക്കെ ജീവിച്ച കുറെ മനുഷ്യന്മാർ കുറച്ച് മുമ്പ് കഴിഞ്ഞിരിക്കും. എല്ലാത്തരം ചൂഷണത്തിന്റെയും അനാവശ്യത്തിന്റെയും പലിശയുടെയും ആളുകളായിരുന്നു. 3 or 4 തലമുറ പുറത്തുനിന്ന് പരിശോധിച്ചാൽ മഹാചണ്ഡികളായിട്ട് പേരമക്കളും മക്കളെ മക്കളും ഒക്കെ നടക്കുന്നതാണ്. പഠിച്ചോളി, നമ്മുടെ നാട്ടിൽ മാത്രം പഠിച്ചോളി. ഒരു ജനതയ്ക്ക് എന്തെങ്കിലുമൊക്കെ നൽകിയിട്ട് നിർദ്ദേശം നൽകിയാൽ അതവൻ പാലിച്ചില്ലെങ്കിൽ അവനവിടെ മരിപ്പിച്ച് അവന്റെ മക്കള് അവന്റെ സ്വത്തിന് അടികൂടി കൊളാക്കി നാച്ചി ഇല്ലതായി തൂഫനാണ്. പിന്നെ ചണ്ഡികളായി മാറും. ഇങ്ങനെ ഇത് ഈ സമുദായത്തിൽ മാത്രമല്ല, ഏർപ്പെട്ട ഏത് സമൂഹത്തിൽ പരിശോധിച്ചാൽ ഒരു കാലത്ത് ഭയങ്കരമായ ഭരണകൂടത്തിന്റെ നേതാക്കളും ആളുകളും ഒക്കെ ആയിട്ട് ബഹിരാജിച്ചു നീതിക്കും ധർമ്മത്തിനും പറ്റാത്തതിനെ പ്രവർത്തിച്ചിട്ട് കുറെ 10-20 കൊല്ലം കഴിയുമ്പോൾ ആ കുടുംബത്തിലെ പല ആളുകളും പല സ്ഥലത്തും നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരും ചക്രവർത്തിമാരും അവരുടെയൊക്കെ പിൻഗാമികളുടെ കഥ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ലോകം കണ്ട വലിയ ലൂയി 14 കേരളത്തിലെ രാജാക്കന്മാർ, ഇന്ത്യയിലെ രാജാക്കന്മാർ എവിടെയൊക്കെയാണ് ഇവിടെ പിൻഗാമികൾ? എവിടെ വരും? പത്രികോസ്കർ അന്വേഷിച്ച അവിടെ അക്ബറിന്റെ അല്ലെങ്കിൽ മുഗളന്മാരുടെ പിൻഗാമികൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? അവിടെ മൈനുദ്ദീൻ ചിസ്തിയുടെ പിൻഗാമികളുണ്ട്, പക്ഷെ മറ്റൊരു പുറത്തല്ല. കൽക്കട്ടയിലും ഹൈദരാബാദിലും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ തെരുവീതികളിൽ റിക്ഷ വലിക്കുന്ന ഒരുപാട് ആളുകൾ ആ കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന് പിന്നീട് പഠനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ആരും ചോദ്യം ചെയ്യാൻ മടിക്കുന്ന മഹാപ്രതാപശാലികളായ ആളുകളായി ഈ രാജ്യം ഭരിച്ചിരുന്ന ആളുകൾ. മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റം അത് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വാപ്പ നല്ല ഡിഗ്രിയും ക്വാളിഫൈഡ് ഒക്കെ ആയിട്ട് പോയിട്ട് ആളെ പ്രതാപൻ മോൻ അവസാനം പോലീസ് വിളിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ കൊണ്ടിട്ടിരിക്കുമ്പോൾ കള്ളനായിട്ടും എത്ര കഥകളുണ്ട്. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിൽക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ നമുക്ക് ചിലതൊക്കെ തന്നിട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മള് കഴിച്ചില്ലായിരുന്ന വിചാരിക്കുക. നമ്മുടെ കാലത്ത് പ്രതാപം നിലനിർത്തിക്കൊണ്ട് മരിച്ചു ആടെ ചെല്ലുമ്പോഴാണ് ഇതിന്റെ ബാക്കിയുള്ളത്. ഇവിടുന്ന് ഒന്നും കിട്ടാതെ തണ്ടി പടത്തോനെ അതുകാർ അസ്തവ പിന്നെ കഴിച്ചിലാവും. മറ്റവൻ ആ സമയം കൂടെ കിട്ടിയില്ല. മഹാനഷ്ടം ഇത് ചെയ്തവനാണ്. ഇതൊന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് നല്ല ബുദ്ധിയാണ്. ആ ബുദ്ധിയാണ് സത്യവിശ്വാസത്തിന്റെ ബുദ്ധി. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞിട്ട്
ഞാൻ വേറെ നാം വേറെ വിഭാഗത്തെ കൊണ്ടുവരും എന്നിട്ട് നമ്മളോട് തുമ്മലായിക്കുന്നു അൻസാലക്കും, അവർ നിങ്ങളെ പോലെ ആവും കേട്ടോ. അപ്പോ റീപ്ലേസ് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏതെങ്കിലും ഒരാളോ ഏതെങ്കിലും ഒരു ഭരണാധികാരി ജനദ്രോഹപരമായ നടപടി നടത്തിയാൽ, ഏതെങ്കിലും ഒരാള് അക്രമം കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് സമയം കൊടുക്കും. പിന്നെ അവർ നിഷ്കാസനം ചെയ്യും. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ രാജ്യത്ത് തന്നെ ഒരുപാട് സംഭവവികാസങ്ങൾ നടന്നുപോയി. ഒരുപാട് അധ്വാനിച്ച് പല ആളുകളും ഇരിക്കുന്ന പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട് ലോകത്ത്. പക്ഷെ അവർക്കൊന്ന് വർത്തമാനം പോലും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്, നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. വേറെ പലരും അവിടെ വന്ന് കയറി ഏതാൾ എവിടെ എപ്പോൾ കൈകാര്യം ചെയ്തതും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തോടെ, അള്ളാഹുവിന്റെ ഒരു ഗിഫ്റ്റാണ്, അവന്റെ ഒരു സമ്മാനമാണ് ഈ മനുഷ്യനെ പരീക്ഷിക്കുക. ആരെന്ത് ജനദ്രോഹ നടപടി നടത്തിയാൽ അധികാരമുള്ളപ്പോ പിന്തുണയുള്ളപ്പോ ധിക്കാരപരമായി പെരുമാറാനൊക്കെ സാധിക്കും. പക്ഷേ അല്ലാഹ് കൃത്യമായി പറഞ്ഞു, അതൊരു താൽക്കാലികമായ ചാടിക്കളിയാണ്. നാം ഈ പറയുന്നതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇവിടെ അടിച്ചുപൊളിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവരുടെ ജീവിതം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരുടെ പ്രതാപങ്ങളെ എത്ര മോശമായ സങ്കേതമാണ് അവർക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നത്. പലരും അറിയാതെ കൊടുക്കുന്നു, പലരും ബോധപൂർവം ധിക്കാരപൂർവ്വം ചെയ്യുന്നു. ഈ വക സംഗതികളൊക്കെ ഇത് അല്ലാഹു തആല നമ്മളോട് പഠിപ്പിച്ചു. ഇതെല്ലാം മടക്കി പോക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോഴും ജീവിതമാണ്, നമ്മൾ ഇതൊക്കെ മടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നിവർത്തി നോക്കി പഠിച്ച് മനസ്സിലാക്കി മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള മിനിമം ബോധമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലാഹു തആലയുടെ പരപടച്ചനെ എനിക്ക് കഴിവില്ല, ഒരാളെ ഉള്ളൂ, ഒന്നും ചെയ്യാൻ കഴിയില്ല, എന്നോട് പൊറുക്കണേ, എനിക്ക് കഴിവ് തരണേ എന്നെങ്കിലും പ്രാർത്ഥിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടാവുമ്പോ ആ ആളുകൾ അള്ളാഹ് കൂട്ടി യോജിപ്പിച്ചിട്ട് ശക്തി ഉണ്ടായിക്കൊള്ളും. ഇതൊന്നുമില്ലാതെ നടക്കണം. അങ്ങനെ ഫ്ലോട്ടിങ് ഏഞ്ചൽസ്, അതായത് ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഈ സമുദായത്തിലെ ചപ്പ് ചവർ ചണ്ടികുണ്ടാരങ്ങൾ ഇങ്ങനെ നൂറ്റാണ്ടുകളായി ഒഴുകി നടന്നിട്ട് സമുദായത്തിന്റെ പേരും പറഞ്ഞു നമ്മൾ ഒരുപെടാൻ. ഇതിനൊരു മാറ്റം ഉണ്ടെങ്കിൽ ഈ ഖുർആനിലേക്ക് തന്നെ മടങ്ങി ഇതെന്താണ് അല്ലാഹ് നമുക്ക് തന്നയച്ചതെന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ എത്തിച്ചുള്ളൂ. കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. വിഷമം എന്താ? ഏറ്റവും കൂടുതൽ ജീവക്കോ നിനക്ക് തരാടോ സ്വർഗം. നീങ്ങാനങ്ങനെ മരിച്ചുപോയാൽ മരിച്ചു നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ ജീവിച്ചിരിക്കുന്ന ഷഹീദാണ്, ജീവരക്തം കൊണ്ട് സാക്ഷ്യം വഹിച്ചവനാണ് എന്നാണ് നിനക്കുള്ള ഗ്രേഡ്, പ്രവാചകന്മാരെ പോലുള്ള ഗ്രേഡ്. അതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ കയറുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾ പിശാച് ആ കൊലത്തിലാക്കിയിരിക്കുന്നു. സാഹചര്യത്തിൽ സമ്മർദ്ദത്തിൽ കുറെ ആൾക്കുണ്ടാവും. പക്ഷെ ആത്മാർത്ഥമായ മനസ്സുള്ള വിശ്വാസിക്ക് അല്ലാഹുമായി അടുത്ത് മാറ്റത്തിന് വേണ്ടി അധ്വാനിക്കാവുന്നതാണ്. അങ്ങനെ അധ്വാനിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവനുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീം വ അലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. اللهم اغفر لنا ابو بكر وعمر وعثمان وعلي حمزه والعباس والحسن والحسين وبقيه اصحاب رسول الله اجمعين. കരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാവർക്കും ചെറുപാടുകളെ പ്രഥമമാക്കിത്തരുന്നതിനാണ്. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യമാർ, സുഹൃത്തുക്കൾ, വിസ്താരന്മാരെന്നും മറ്റു വേണ്ടപ്പെട്ട ആളുകൾ മുഴുവൻ സത്യവിശ്വാസം, സത്യവിശ്വാസം എല്ലാവർക്കും പ്രഥമമാക്കിത്തരുന്നതിനാണ്. ഈ യഥാവിധി പഠിച്ചു മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം ശിഫാക്കുകയാണ് തമ്പുരാനെ. അവരുടെ എല്ലാ കുറവുകളും പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് സമാശ്വാസം അനുഗ്രഹിക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് തഖ്വയും ഇസ്തിഖാമത്തോട് ജീവൻ നൽകണേ തമ്പുരാനെ. മുന്നേ നിന്നെത്തിച്ചേർന്ന ആളുകളുടെ കബറിടങ്ങളെ പ്രവിശാലങ്ങളായ പ്രഭാദുരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ചു തരണി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് സംതൃപ്തമായി നിന്നിലേക്ക് കണ്ടെത്തുന്നതിനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സിദ്റാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. മാശ്രയിൽ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. കബറിടങ്ങളിൽ ഞങ്ങളെ സഹായിക്കണേ
തമ്പുരാനെ. അതുപോലെ സ്വർഗ്ഗത്തിൽ നിങ്ങൾ ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ച് ഉത്തരം നൽകണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സുമായി ജീവിക്കാൻ, മനസ്സ് നിന്നോടൊട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.